നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജമ്മുവിൽ 30 മുതൽ ആരംഭിക്കുന്ന ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ 32ാമത് ഇന്റർനാഷണൽ കോൺഫറൻസിൽ പങ്കെടുക്കാൻ 32 അംഗ ആൽഫ ടീം പുറപ്പെട്ടു. ജമ്മു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നടക്കുന്ന കോൺഫറൻസിന്റെ വിഷയം എവിഡൻസ് ബേസ്ഡ് പാലിയേറ്റീവ് കെയർ എന്നതാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പാലിയേറ്റീവ് കെയർ രംഗത്തെ പ്രമുഖർ വിഷയങ്ങൾ അവതരിപ്പിക്കും. മുതിർന്ന പാലിയേറ്റീവ് കെയർ ഫിസിഷ്യനും ദീർഘകാലം IAPC പ്രസിഡന്റുമായിരുന്ന ഡോക്ടർ സുഷമ ഭട്നാഗർ, രക്ഷാധികാരിയും ഡോക്ടർ രോഹിത് ലഹോരി, ഡോക്ടർ സുനാന ഗുപ്ത എന്നിവർ ഓർഗനൈസിംഗ് സെക്രട്ടറിമാരുമായ കമ്മിറ്റിയാണ് കോൺഫറൻസിന് നേതൃത്വം വഹിക്കുന്നത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ടീം അംഗങ്ങളെ യാത്രയയക്കാൻ സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ ബോർഡ് മെമ്പർ പ്രൊഫസർ കുസുമം ജോസഫ് എത്തി. അംഗങ്ങൾക്ക് മധുര പലഹാരങ്ങൾ സമ്മാനിച്ചതിനു ശേഷമാണ് ടീച്ചർ ടീമിനെ യാത്രയയച്ചത്. ആലപ്പുഴ ലജനത്തുൽ മുഹമ്മദിയ ഹയർ സെക്കൻഡറി സ്കൂളിൽ പാലിയേറ്റീവ് ബോധവൽക്കരണ ക്ലാസ് നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ അഷ്റഫ് കുഞ്ഞാശാന്റെ സ്വാഗതത്തോടെ ആരംഭിച്ച ക്ലാസ്സിൽ സ്കൂൾ മാനേജർ നസീർ, ആൽഫ ആലപ്പുഴ സെന്റർ പ്രസിഡന്റ് ഷാജി ജമാൽ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് സീന എന്നിവർ പങ്കെടുത്തു. ആലപ്പുഴ കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ സാന്ദ്ര എസ് ബിജു, ആലപ്പുഴ ലിങ്ക് സെന്റർ സ്റ്റാഫ് നഴ്സ് നീതു ഷാജി എന്നിവർ നേതൃത്വം നൽകി. 100ഓളം വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ പങ്കെടുത്തു. ആൽഫ പാലിയേറ്റീവ് കെയർ പുതിയ വർഷത്തെ 2025 ടേബിൾ ടോപ്പ് കലണ്ടർ പുറത്തിറക്കി. കൂടാതെ ആൽഫ സ്പർശം മാഗസിൻ, ആൽഫ ഡയാലിസിസ്, ഹാപ്പിനെസ് ന്യൂസ് എന്നിവയുടെ ഇംഗ്ലീഷ് പതിപ്പുകൾ പ്രിന്റിംഗ് കഴിഞ്ഞ് വിതരണത്തിന് തയ്യാറായി. ജമ്മുവിൽ നടക്കുന്ന IAPC കോൺഫറൻസ്, ഫെബ്രുവരിയിൽ ഷാർജയിൽ നടക്കുന്ന ആനുവൽ ഡിന്നർ എന്നീ വേദികളിൽ ഇവയുടെ വിതരണം നടക്കും. ആൽഫയുടെ വിവിധ സെന്ററുകളിലേക്കും ഇവയുടെ കോപ്പികൾ ലഭ്യമാക്കും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.